2024 ജൂൺ 1 ശനി. ഇന്ന് 1199 ഇടവം 18. വാർത്തകൾ വായിക്കുന്നത് ജി രവി. അവകാശികളില്ലാതെ കോടികൾ. 78,213 കോടി രൂപ അനാഥം. 10 വർഷത്തിലേറെ അവകാശികളില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ റിസർവ് ബാങ്കിൻ്റെ പ്രത്യേക ഫണ്ടിൽ. അവകാശികളില്ലാത്ത ബാങ്ക് നിക്ഷേപത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെയുണ്ടായത് ഏകദേശം 10 മടങ്ങ് വർധന. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം 26% വർധന. ഇക്കഴിഞ്ഞ മെയ് 31 വരെയുള്ള റിസർവ് ബാങ്കിൻ്റെ കണക്കനുസരിച്ച് 78,213 കോടി രൂപയാണ് അവകാശികളില്ലാതെ കിടക്കുന്നത്. 10 വർഷത്തിലേറെയായി അവകാശികളില്ലാത്ത നിക്ഷേപങ്ങളാണ് റിസർവ് ബാങ്കിൻ്റെ ഡിപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് എന്ന ഫണ്ടിലേക്ക് മാറ്റാറുള്ളത്. എങ്കിലും ഈ പണം അവകാശികൾക്ക് ക്ലെയിം ചെയ്യാൻ അവസരമുണ്ട്. പൊതു തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടം ഇന്നു തീരും. വൈകിട്ടറിയാം എക്സിറ്റ് പോൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ 7ാമത്തെയും അവസാനത്തെയും ഘട്ടം ഇന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം 904 സ്ഥാനാർത്ഥികൾ 7 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 57 സീറ്റുകളിലായി ജനവിധി തേടുന്നു. 6 മണിക്ക് പോളിംഗ് കഴിയുന്നതോടെ ചാനലുകളിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു തുടങ്ങും. UP 13, പഞ്ചാബ് 13, ബംഗാൾ 9, ബീഹാർ 8, ഒഡീഷ 6, ഹിമാചൽ 4, ജാർഖണ്ഡ് 3, ചണ്ഡീഗഡ് 1 എന്നിവിടങ്ങളിലാണ് ഇന്ന് പോളിംഗ്. ഒഡീഷയിലെ ബാക്കിയുള്ള 42 നിയമസഭാ സീറ്റുകളിലേക്കും ഇന്നാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉഷ്ണതരംഗം. ഉത്തരേന്ത്യയിൽ മരണം 50 കടന്നു. കടുത്ത ഉഷ്ണതരംഗത്തിൽ ഉത്തരേന്ത്യയിൽ മരിച്ചവരുടെ എണ്ണം 50 കടന്നു. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 10 ഉദ്യോഗസ്ഥരടക്കം 18 പേർ ബീഹാറിലും ജാർഖണ്ഡിലുമായി 24 മണിക്കൂറിനിടെ മരിച്ചു. ഇന്ന് 13 മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശിൽ ഇന്നലെ 15 പോളിംഗ് ഉദ്യോഗസ്ഥരാണ് മരിച്ചത്. മിർസാപൂരിൽ 13 പേരും സോൻഭദ്രയിൽ 2 പേരും മരിച്ചു. ബീഹാറിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന സസാറാം, ആറ, കാരാക്കട്ട് മണ്ഡലങ്ങളിൽ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ് മരിച്ചത്. ബക്സറിൽ 47.1 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം താപനില. ഷേഖ് സരായി, ബെഗുസരായി, മുസഫർപൂർ, ഈസ്റ്റ് ചമ്പാരൻ എന്നിവിടങ്ങളിൽ കൊടും ചൂടേറ്റ് ഒട്ടേറെ അധ്യാപകർ കുഴഞ്ഞു വീണു. UPയിലെ മിർസാപൂരിൽ മരിച്ചവരിൽ ഉയർന്ന രക്തസമ്മർദ്ദവും പനിയും കണ്ടെത്തിയിരുന്നു. 23 പേർ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നുണ്ട്. ഒഡീഷയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി 5 പേരാണ് മരിച്ചത്. സൂര്യാഘാതമെന്ന് സംശയിക്കുന്ന 18 മരണങ്ങൾ കൂടിയുണ്ട്. ഇത് സംബന്ധിച്ച പരിശോധന നടക്കുന്നതേയുള്ളൂ. മധ്യപ്രദേശിലെ ഗൗളിയറിൽ സഹോദരങ്ങൾ മരിച്ചത് സൂര്യാഘാതമേറ്റെന്ന് സംശയിക്കുന്നു. രാജസ്ഥാനിൽ 5 പേർ മരിച്ചു. ജാർഖണ്ഡിൽ മാത്രം ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട് 1326 പേരാണ് ചികിത്സയിലുള്ളത്. എയ്ഡഡ് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് നിയമനം നടത്താൻ പൂർണ്ണാധികാരം. സർക്കാർ എയ്ഡഡ് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് പ്രിൻസിപ്പൽ, അധ്യാപകർ, മറ്റു ജീവനക്കാർ എന്നിവരെ നിയമിക്കാൻ പൂർണ്ണ അധികാരമുണ്ടെന്ന് ഡൽഹി ഹൈക്കോടതി വിധിച്ചു. നിയമനത്തിനും സർക്കാർ അനുമതി ആവശ്യമില്ല. വിദ്യാഭ്യാസ വകുപ്പിന് മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കാൻ മാത്രമാണ് അധികാരമെന്നും ജസ്റ്റിസ് C. ഹരിശങ്കർ വ്യക്തമാക്കി. ഡൽഹി തമിഴ് എഡ്യൂക്കേഷൻ അസോസിയേഷൻ്റെ 52 ഒഴിവുകൾ നികത്താനുള്ള ശുപാർശ തള്ളിയ ഡൽഹി സംസ്ഥാന വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവിനെതിരായ ഹർജിയിലാണ് വിധി. സ്കൂളുകൾക്ക് മാനേജിംഗ് കമ്മിറ്റി ഇല്ലെന്നായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വാദം. എന്നാൽ 1923 നിലവിൽ വന്നതാണ് DTEA എന്നും 7 സ്കൂളുകളിലായി 6,879 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെന്നും ഡൽഹിയിലെ ഭാഷാ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടതാണ് സ്ഥാപനങ്ങളെന്നും DTEA വാദിച്ചു. കോടതി ഇത് അംഗീകരിച്ചു. നിശ്ചിത യോഗ്യതയുള്ളവരാണെങ്കിൽ നിയമനം DTEAയ്ക്ക് നടത്താമെന്നും ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന് ഇടപെടാനാകില്ലെന്നും കോടതി പറഞ്ഞു. സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായം എങ്ങനെ ഉപയോഗിക്കണമെന്നതിൽ നിയന്ത്രണങ്ങൾ വരുത്താം. എന്നാൽ ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലെ നിയമന കാര്യത്തിൽ ഇടപെടാൻ വ്യവസ്ഥയില്ലെന്നും കോടതി വിശദീകരിച്ചു. ജബാലിയയിൽ നിന്ന് പിന്മാറി ഇസ്രായേൽ സൈന്യം റഫയിലെ ക്യാമ്പുകളിൽ. ജബാലിയയിൽ തകർത്തത് 1000 വീടുകൾ. വടക്കൻ ഗാസയിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പ് മേഖലയിൽ 2 ആഴ്ചയിലേറെ നീണ്ട ആക്രമണം അവസാനിപ്പിച്ച് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങി. തെക്കൻ ഗാസയിൽ റഫ നഗരമധ്യത്തിലെത്തിയ സൈന്യം ഹമാസിൻ്റെ റോക്കറ്റ് ലോഞ്ചറുകളും തുരങ്കങ്ങളിൽ ആയുധശേഖരവും കണ്ടെത്തിയതായി അവകാശപ്പെട്ടു. പടിഞ്ഞാറൻ റഫയിലെ അഭയാർത്ഥി ക്യാമ്പിലെ ആക്രമണത്തിന് പിന്നാലെ നഗരഹൃദയത്തോട് ചേർന്ന ഷുബൂര ക്യാമ്പിൽ സൈന്യം റെയ്ഡ് തുടരുന്നുവെന്ന് റിപ്പോർട്ടുണ്ട്. ആക്രമണങ്ങളിൽ മധ്യ ഗസയിലടക്കം 60 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു.
20 ദിവസം നീണ്ട ജബാലിയ ആക്രമണത്തിൽ 1000 വീടുകളടക്കം ക്യാമ്പിലെ കെട്ടിടങ്ങളിലേറെയും ഇസ്രായേൽ ഇടിച്ചു നിരത്തി. UN പലസ്തീൻ അഭയാർത്ഥി ഏജൻസിയുടെ 170 കേന്ദ്രങ്ങളും തകർക്കപ്പെട്ടു. ജബാലിയയിൽ ഹമാസിൻ്റെ 10 കിലോമീറ്റർ തുരങ്കങ്ങൾ തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. ഇവിടെ നിന്ന് 7 ബന്ദികളുടെ മൃതദേഹങ്ങളും സൈന്യം വീണ്ടെടുത്തിരുന്നു. അതിനിടെ ഈ വർഷം ഫ്രാൻസിൽ നടക്കുന്ന വാർഷിക യൂറോസെറ്ററി പ്രതിരോധ പ്രദർശനത്തിൽ ഇസ്രായേൽ കമ്പനികൾ പങ്കെടുക്കുന്നത് ഫ്രഞ്ച് സർക്കാർ വിലക്കി. ഇസ്രായേലിന് സ്റ്റാളില്ലെന്ന് സംഘാടകരും വ്യക്തമാക്കി. ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസുമായി ധാരണയുണ്ടാക്കില്ലെന്ന് ഇസ്രായേൽ സർക്കാർ പ്രഖ്യാപിച്ചു. ഇക്കാര്യത്തിൽ മറ്റൊരു വഴിയും മുന്നിലില്ലെന്ന് ബന്ദികളുടെ കുടുംബങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കി. റഫേൽ നിന്ന് പലായനം ചെയ്യുന്നവരിൽ ഗർഭിണികളായ 18,500 പലസ്തീൻ സ്ത്രീകളുമുണ്ടെന്ന് UN ഏജൻസി അറിയിച്ചു. ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 36,284 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 82,057 പേർക്ക് പരിക്കേറ്റു. പലസ്തീന് രാഷ്ട്രപദവി നൽകുന്നതിനെ മധ്യ യൂറോപ്യൻ രാജ്യമായ സ്ലൊവേനിയയും പിന്തുണച്ചു. കേരളത്തിനരികെ ചക്രവാത ചുഴി 7 ദിവസം മഴ. കേരള തീരത്തിനരികെ തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു. കേരളത്തിൽ അടുത്ത 7 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിയും മിന്നലും കാറ്റും ഇതോടൊപ്പം ഉണ്ടാകും. കാലവർഷം തുടങ്ങി 2ാം ദിവസമാണ് കേരള തീരത്തിനരികെ ചക്രവാത ചുഴി രൂപപ്പെട്ടത്. മെയ് അവസാന വാരം അറബിക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിരുന്നെങ്കിലും ഇത് കരയിലെത്താതെ ദുർബലമാവുകയായിരുന്നു. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ശക്തമായ കാറ്റിനും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കേരള തീരത്തു നിന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും അറിയിപ്പുണ്ട്. സ്കൂളുകളിൽ സ്ത്രീ സൗഹൃദ ശുചിമുറികൾ ഒരുക്കണം. സാനിറ്ററി നാപ്കിൻ സംസ്കരിക്കാനും സംവിധാനം വേണം. വിദ്യാഭ്യാസ വകുപ്പ്. സ്കൂളുകളിൽ സ്ത്രീ സൗഹൃദ ശുചിമുറികളും സാനിറ്ററി നാപ്കിനുകൾ ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള സംവിധാനവും ഒരുക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി നടത്തേണ്ട പ്രവർത്തനങ്ങളുടെ മാർഗരേഖയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. സുരക്ഷയും ശുചിത്വവും ഉറപ്പാക്കുന്നതിനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമാണ് മുൻഗണന നൽകേണ്ടത്. കുടിവെള്ളത്തിനായി ജല അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ജലജീവൻ മിഷൻ പ്രകാരം സൗജന്യ കണക്ഷൻ എടുക്കണം. സ്കൂളിലെ കിണർവെള്ളം അംഗീകൃത ലാബിൽ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനൊപ്പം വലയിട്ട് സംരക്ഷിക്കുകയും വേണം. ക്ലോറിനേഷനും വാട്ടർ ടാങ്ക് വൃത്തിയാക്കലും മുറയ്ക്ക് നടക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക രജിസ്റ്ററുകൾ സൂക്ഷിക്കണം. സ്കൂൾ വാഹന ജീവനക്കാർക്ക് പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും പാചക തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡും ഉറപ്പാക്കണം. വാഹന ഡ്രൈവർമാർക്ക് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കണം. സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ തന്നെ സൗജന്യ ഉച്ചഭക്ഷണം ഉറപ്പാക്കണമെന്നും സർക്കുലറിൽ നിർദ്ദേശിക്കുന്നു. തുമ്പയുടെ അക്ഷരഭംഗിയിൽ മലയാള പാഠാവലി. കൂട്ടക്ഷരങ്ങളുടെ ഉൾപ്പെടെ എണ്ണം കുറച്ച പുസ്തകത്തിൽ 90 ലിപികൾ. വരികൾക്കിടയിൽ കൂടുതൽ അകലമിട്ടും അക്ഷരത്തിൻ്റെ വലിപ്പം കൂട്ടിയും തുമ്പ ഫോണ്ടിൽ പരിഷ്കരിച്ച ലിപിയോടെ പുതിയ മലയാള പാഠപുസ്തകങ്ങൾ ഒരുങ്ങുന്നു. വ്യഞ്ജനങ്ങളോട് സ്വരങ്ങൾ ചേർന്നുണ്ടാകുന്ന അക്ഷരങ്ങളുടെയും കൂട്ടക്ഷരങ്ങളുടെയും എണ്ണം കുറച്ച് പുസ്തകത്തിൽ 90 ലിപികളാണ് ഉപയോഗിക്കുന്നത്. 1971 ആദ്യം ലിപി പരിഷ്കരണം നടത്തിയത്. കമ്പ്യൂട്ടറിൽ മലയാളം ടൈപ്പിംഗ് വ്യാപകമായ സാഹചര്യത്തിലാണ് ഏകീകൃത എഴുത്തുരീതിക്ക് രൂപം കൊടുക്കാൻ ചീഫ് സെക്രട്ടറിയായിരുന്ന VP ജോയ് അധ്യക്ഷനായി 2021 ഔദ്യോഗിക ഭാഷാ പരിഷ്കരണ സമിതി രൂപീകരിച്ചത്. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും സ്കൂൾ തുറക്കൽ നീട്ടി. ചൂട് കൂടിയതോടെ തമിഴ്നാട്ടിൽ 10-നും പുതുച്ചേരിയിൽ 12-നും മാത്രമേ സ്കൂൾ തുറക്കൂ. നേരത്തെ 6-ന് തുറക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. പുതുച്ചേരിയും സ്കൂൾ തുറക്കൽ നീട്ടിയതോടെ മാഹിയിലും അന്നു മുതലാണ് ക്ലാസ് ആരംഭിക്കുക. ശുഭദിനം. നന്ദി.